പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ ആ വിദ്വേഷ പ്രസ്താവനയ്ക്ക് അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗത്തിന് ചുറ്റും നിന്ന് കറങ്ങുകയാണ് രാഷ്ട്രീയം. എന്താണ് 13 സംസ്ഥാനങ്ങളുടെ 88 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താനിരിക്കെ പ്രധാനമന്ത്രി പറയുന്നു, ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്, കോൺഗ്രസ്സുകാർ ഈ സ്വത്ത് മൊത്തം പിടിച്ചെടുത്ത് ഒരു വിഭാഗത്തിന് നൽകും എന്ന വിവാദ പ്രസ്താവന ഉറച്ചു നിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷനിൽ പരാതികളുടെ കൂട്ടപ്രവാഹമുണ്ടായി. ഇതിൽ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം നൽകിയെന്നൊരു പ്രധാന വാർത്ത ഇന്നുണ്ടായി. വോട്ട് വിഭജനത്തിനാണ്. 10 വോട്ട് കിട്ടുമോ അല്ലെങ്കിൽ വോട്ട് മനുഷ്യരെ വിഭജിച്ച് വോട്ട് നേടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് മോദിയുടെ ആ പ്രസ്താവന എന്ന് പറയുന്നു. മല്ലികാർജ്ജുൻ ഖർഗെ, CPM അംഗം ബൃന്ദ കാരട്ട് അടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾ നരേന്ദ്രമോദിയുടെ രാജസ്ഥാനിലെ ആ പരാമർശത്തിനെതിരെ ഉന്നയിക്കുകയുമാണ്. രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരായ വിവാദ പരാമർശം ശരിയാണെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. കോൺഗ്രസുകാർ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുമെന്നും ഒരു പ്രത്യേക വിഭാഗത്തിന് അത് നൽകുമെന്നും നരേന്ദ്രമോദി രാജസ്ഥാനിൽ ഇന്നും ആവർത്തിച്ചു. मैंने सत्य रखा देश के सामने। कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ വിവാദ പ്രസംഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കൊരുങ്ങുന്നത്. പ്രസംഗത്തിന്റെ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ രാജസ്ഥാനിലെ ബൻസ്വാഡ ജില്ലാ ഭരണകൂടത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള മോദിയുടെ തന്ത്രമാണ് വർഗീയ പരാമർശങ്ങളെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി നിയമത്തിന് അതീതനല്ലെന്ന് CPIM PB അംഗം ബൃന്ദ കാരാട്ടും കുറ്റപ്പെടുത്തി. The Prime Minister is not above the citizens of India. The Prime Minister is not above the law of India. The Prime Minister has to accept the laws of India. പ്രധാനമന്ത്രി വിഷലിപ്തമായ വർഗീയ പ്രചരണത്തിന് നേതൃത്വം നൽകുകയാണെന്നും വർഗീയ കാർഡിറക്കി കളിക്കുകയാണ് BJP എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റപ്പെടുത്തി. 24 ഡൽഹി.